ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ സ്കിൻ ഗ്ലോക്കൊക്കെ പറ്റിയ അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ഓൾ ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് വലിയൊരു ക്യാരറ്റിനാണ് കേട്ടോ. ഇത് വലുതായിട്ട് തന്നെ ഒറ്റ ഒരു പീസ് ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ടിയായിട്ട് അതിൻ്റെ രണ്ട് അറ്റങ്ങളില്ലേ ഇതുപോലെ നമ്മൾ കുറച്ച് കയറ്റിയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിക്കൊന്ന് കളഞ്ഞെടുക്കണം. പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ സൗകര്യച്ച് അങ്ങനെ നിങ്ങൾക്ക് പീൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. ക്യാരറ്റ് വെറുതെ കഴിച്ചാലും പച്ചക്ക് സലാഡിൽ നമ്മൾ കഴിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ ഒക്കെ നല്ലതാണ്. പച്ചക്ക് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ നമ്മളെ ശരീരത്തിന്. ഇനി നമ്മൾ തൊലി കളഞ്ഞതിന് ശേഷം നൈസാക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഒരുപാട് കനത്തിൽ അരി എടുത്തിട്ടാണ്, അത് ചെറിയ സൈസ് വലിയ സൈസൊക്കെ നിങ്ങൾക്ക് ആക്കാം, പക്ഷേ കനം കുറച്ചിട്ട് ആക്കണമെന്ന് മാത്രം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സ്ലൈസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ടൈമിൽ കുടിക്കുക കേട്ടോ. ഒരു ദിവസം ഒരു നേരം വെച്ചിട്ട് കുടിച്ചാൽ മതി. നിങ്ങൾക്കത് ഒരാഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ നിങ്ങൾക്ക് അത് കുടിക്കാം കേട്ടോ. ഇനി ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങയുടെ പകുതി ഉണ്ടാവും കേട്ടോ. തേങ്ങ നമ്മൾ ഒരു ക്യാരറ്റിൽ എടുത്തിരിക്കുന്നത് ഒരു കുറച്ച് തേങ്ങ ഇത് ചിരകിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ 4 ദിവസം ഓരോ നേരം വെച്ചിട്ട് കുടിക്കാം കേട്ടോ. ഒരു ദിവസം ഒരു നേരം കുടിച്ചാൽ മതി. അതുപോലെ തന്നെ ഈ ക്യാരറ്റും അതുപോലെ തേങ്ങാപ്പാലൊക്കെ കൂടുമ്പോൾ നമ്മളെ സ്കിന്നിന് നല്ല റിസൾട്ടാണ് കേട്ടോ. സ്കിൻ ഗ്ലോ കിട്ടാനും സ്കിൻ വൈറ്റിനും നല്ല റിസൾട്ടാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് 2 ഏലക്ക കേട്ടോ. നമ്മുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, ഒരു ഫ്ലേവറിനാണ്. നമ്മളിതിൽ ഷുഗറോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പാലോ ഹണിയോ ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളിതിൽ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നമ്മളെ ക്യാരറ്റൊന്നും ഫുള്ളായിട്ട് അരയില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ അരച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഇതുപോലെ ഒരു പേസ്റ്റ് പോലെ കിട്ടാം. നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റ് ജ്യൂസൊക്കെ അടിക്കുമ്പോൾ നമ്മളത് അരിച്ച് കുടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ നഷ്ടപ്പെടും. ഞാനിപ്പോൾ ക്യാരറ്റിൻ്റെ കൂടെ തേങ്ങ ഇട്ട് അരച്ചില്ലേ, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ സജസ്റ്റ് ചെയ്ത ഡ്രിങ്കാണിത്. അപ്പോൾ അവർ അത് പറഞ്ഞത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളങ്ങനെ കുടിക്കാനാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ക്യാരറ്റ് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ക്യാരറ്റ് മാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ ക്യാരറ്റിൻ്റെ റൈസൊക്കെ വെച്ച് അടിക്കുന്ന സമയത്താണെങ്കിലും ക്യാരറ്റ് മാത്രമാണെങ്കിലും അരിക്കാതെ അങ്ങനെ കുടിക്കാനാണ് കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ചിലരേക്കും ക്യാരറ്റ് വേവിക്കേണ്ടതെന്ന്, ക്യാരറ്റ് പച്ച കൊടുക്കണ ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോഴാണ് കേട്ടോ ഹെൽത്തിന് ഏറ്റവും നല്ലത്. വേവിച്ചിട്ടാണ് നിങ്ങൾക്ക് കുടിക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ ആ വേവിച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് ക്യാരറ്റ് കഴിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും, നല്ലൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.